ഹായ് ഫ്രണ്ട്സ്, ക്ലാസ് റൂം PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 നടന്ന ഖാദി ബോർഡ് LDC സ്റ്റേജ് 5ന്റെ ചോദ്യപേപ്പറിൽ നിന്നുള്ള 2 ചോദ്യങ്ങളാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അതുപോലെ തന്നെ 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തതേത്? ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് 2021, 22, 23 വർഷങ്ങളിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നും കൂടുതൽ പോയിന്റുകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് P. വത്സലയ്ക്കാണ്. P. വത്സല. 2023 നവംബർ 21 P. വത്സല അന്തരിച്ചു. അതുകൊണ്ട് തന്നെ P. വത്സലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനി ധാരാളം ആവർത്തിക്കാം. P. വത്സലയുമായി ബന്ധപ്പെട്ട കൂടുതൽ വസ്തുക്കൾ നോക്കാം. P. വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ. നിഴലുറങ്ങുന്ന വഴികൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ്. P. വത്സലയുടെ ആദ്യത്തെ കൃതിയാണ് നെല്ല്. ഈ നെല്ല് എന്ന കൃതിക്ക് കുങ്കുമം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കുങ്കുമം അവാർഡ്. ഇപ്പൊ നെല്ലിന് കുങ്കുമം അവാർഡ് ലഭിച്ചു. P. വത്സലയുടെ മറ്റ് കൃതികളാണ് നെല്ല്. ആദ്യത്തെ കൃതിയാണ് നെല്ല്, ഗൗതമൻ, മരച്ചോട്ടിലെ വെയിൽച്ചീളുകൾ, വേറിട്ടൊരു അമേരിക്ക, പേമ്പി, വിലാപം, നിഴലുറങ്ങുന്ന വഴികൾ, പോക്കുവെയിൽ, പൊൻവെയിൽ. ഇതിൽ നിഴലുറങ്ങുന്ന വഴികൾക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. നെല്ലിന് കുങ്കുമ അവാർഡ് ലഭിച്ചു. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. സേതുവിന്റെ പേടി സ്വപ്നങ്ങൾ എന്ന കൃതിക്ക് 1978 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാണ്ഡവപുരം എന്ന കൃതിക്ക് 1982 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. പേടി സ്വപ്നങ്ങൾക്ക് 1978 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, പാണ്ഡവപുരത്തിന് 1982 കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അതുപോലെ 2003 ഇതേ പാണ്ഡവപുരത്തിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2003 പാണ്ഡവപുരത്തിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചു. 2006 അടയാളങ്ങൾ എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചു. അപ്പോൾ വയലാർ അവാർഡ് സേതുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അടയാളങ്ങൾ. 2006 വയലാർ അവാർഡ് ലഭിച്ചത്. അതുപോലെ ഇതേ അടയാളങ്ങൾക്ക് 2007 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 2007 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് അടയാളങ്ങൾ. സേതുവിന്റെ കൃതിയാണ് അടയാളങ്ങൾ. ഓടക്കുഴൽ പുരസ്കാരം 2012 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് മറുപിറവി എന്ന കൃതിക്കാണ്. മറുപിറവി എന്ന കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ സേതുവിന്റെ കൃതികളിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയാണെന്ന് നോക്കാം. പേടി സ്വപ്നങ്ങൾ, പാണ്ഡവപുരം, കൈമുദ്രകൾ, അടയാളങ്ങൾ, കിരാതം, ആറാമത്തെ പെൺകുട്ടി, കിളിമൊഴിക്കപ്പുറം, മറുപിറവി. പേടി സ്വപ്നങ്ങൾ, പാണ്ഡവപുരം, കൈമുദ്രകൾ, അടയാളങ്ങൾ, കിരാതം, ആറാമത്തെ പെൺകുട്ടി, കിളിമൊഴിക്കപ്പുറം, മറുപിറവി. ഇത്രയും കൃതികളാണ് സേതുവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കൃതികൾ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാണ് സേതുവിന്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. SK വസന്തന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള സംസ്കാര ചരിത്ര നിഘണ്ടു. കേരള സംസ്കാര ചരിത്ര നിഘണ്ടു. നമ്മൾ നടന്ന വഴികൾ. പടിഞ്ഞാറൻ കാവ്യമീമാംസ, നിരൂപകന്റെ വായന, അരക്കില്ലം, ഉദ്യോഗപർവം, കൂടിയല്ല ജനിക്കുന്ന നേരത്തും. കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, നിരൂപകന്റെ വായന, അരക്കില്ലം, ഉദ്യോഗപർവം, കൂടിയല്ല ജനിക്കുന്ന നേരത്തും. ഇത്രയാണ് SK വസന്തന്റെ പ്രധാനപ്പെട്ട കൃതികൾ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. 2021 P. വത്സല, 2022 സേതു, 2023 SK വസന്തൻ. ക്ലാസുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.